എല്ലാ ഇൻഡസ്ട്രികളുടെയും നട്ടെല്ലെന്ന് വിളിക്കുന്ന ഒരു മേഖലയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദാറ്റ് ഈസ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. പ്രൊക്യൂർമെന്റ് മുതൽ സർവീസ് വരെ നീണ്ടുകിടക്കുന്ന ഫംഗ്ഷനുകളെ പരസ്പരം കോർത്തിണക്കി ഒരു കുടക്കീഴിലാക്കി മാനേജ് ചെയ്യുന്നതിനാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുക. ആ കുടക്കീഴിലേക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വരുന്ന ഞാനോ നിങ്ങളോ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് ആഗ്രഹിക്കുന്ന വിലയിൽ ആഗ്രഹിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം പൂർത്തിയാക്കി 100% നമ്മളെ തൃപ്തിപ്പെടുത്തി നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ലോജിസ്റ്റിക്സ്. സർ, ഞാനിപ്പോൾ +2 കഴിഞ്ഞു നിൽക്കുന്നു. സർ, എൻ്റെ മോള് ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. സർ, അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? അവരെ ഒരു നല്ല കരിയറിലേക്ക് എത്തിക്കണമെന്നൊരാഗ്രഹമുണ്ട്. സർ, വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാവുന്ന വല്ല കോഴ്സും പറഞ്ഞു തരാമോ? സർ, ഞാൻ പഠിക്കാൻ അത്ര മിടുക്കനൊന്നുമല്ല, എങ്കിൽ പോലും നല്ല ഒരു കരിയറിലേക്ക് എത്തണമെന്നുണ്ട്, നല്ലൊരു ജോലി കിട്ടണമെന്നുണ്ട്. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, എവിടെ പഠിക്കണം, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് കുറേയധികം ആളുകൾ വരാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. നീ നല്ല ഒരു കൈത്തൊഴിൽ പഠിച്ചോ, വേഗത്തിൽ ജോലി കിട്ടും എന്ന് മുതിർന്നവർ പറയാറുണ്ട്. എല്ലാ ഇൻഡസ്ട്രികളുടെയും നട്ടെല്ലെന്ന് വിളിക്കുന്ന ഒരു മേഖലയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദാറ്റ് ഈസ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ലോജിസ്റ്റിക്സോ, അത് ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇൻഡസ്ട്രി ഒക്കെ അല്ലേ? അത് വെയർഹൗസിങ്, ട്രാൻസ്പോർട്ടേഷൻ, ചരക്ക് ഗതാഗതം, ഇതൊക്കെയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. എല്ലാ ഇൻഡസ്ട്രിയുടെയും നട്ടെല്ലെന്ന് വിളിക്കുമ്പോൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ തലം വളരെ വിശാലമാണ് എന്ന് ഓർക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ദൈനംദിന ജീവിതത്തിൽ പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന ഒട്ടേറെ പ്രോഡക്റ്റുകളില്ലേ? നമ്മുടെ കയ്യിലെ മൊബൈൽ ആവാം, വാച്ച് ആവാം, ലാപ്ടോപ്പ് ആവാം. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നത് എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിക്കുക. അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകണം. ഒരു AC നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി, ഒരു കമ്പനി നമ്മുടെ കൊച്ചിയുടെ പരിസരത്തുള്ള ആലുവയിലോ അങ്കമാലിയിലോ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കമ്പനി അടുത്ത വർഷത്തേക്ക് ഒരു പുതിയ മോഡൽ AC മാർക്കറ്റിലേക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട്. എന്തായിരിക്കും ആദ്യം ചെയ്യുക എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഏതൊരു കമ്പനിയും ഏതൊരു പ്രോഡക്റ്റ് ഇറക്കാൻ ഉദ്ദേശിക്കുമ്പോഴും ആദ്യം ചെയ്യുന്നത് എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സറിയുക എന്നുള്ളതാണ്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ അറിയുക എന്നുള്ളതാണ്. ആവശ്യങ്ങൾ അറിയുക എന്ന് പറയുമ്പോൾ, അതും അടുത്ത വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡ് കഴിഞ്ഞൊരു 5-6 വർഷമാവുന്നേ ഉള്ളൂ അല്ലേ? കോവിഡിന് മുമ്പുണ്ടായിരുന്നതും ഇന്നില്ലാത്തതും, അന്നില്ല ഇന്നുണ്ട്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. കോവിഡിന് മുമ്പ് ATM കൗണ്ടറിൽ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ കടല വാങ്ങാനും നമുക്ക് GPay മതി. നമുക്ക് കോവിഡിന് മുമ്പ് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് സൂമും ഗൂഗിൾ മീറ്റും മറ്റു ഓൺലൈൻ സംവിധാനങ്ങളെക്കുറിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ടാത്ത വിധം നമുക്കറിയാം. നമ്മളിങ്ങനെ കൈ കൊട്ടിയാൽ ഓണാവുന്ന AC, ഓഫാവുന്ന AC, വിളിച്ചു പറഞ്ഞാൽ ഓഫാവുന്ന AC, ഇങ്ങനെ വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാടിൽ നാം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അടുത്ത വർഷത്തേക്കൊരു AC എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സറിയുക എന്നുള്ളതാണ് ആ കമ്പനി ഏറ്റവും ഒന്നാമത് ചെയ്യേണ്ടത്. ഡിമാൻഡ് പ്ലാനിംഗ് എന്നാണ് അതിന് പറയുക. ഡിമാൻഡ് പ്ലാനിങ്ങിന് വ്യത്യസ്തങ്ങളായ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഒരു 10 ലക്ഷം AC ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു എന്ന് വെക്കുക. ഡിമാൻഡ് പ്ലാനിങ്ങിൽ നിന്ന് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിലേക്ക് എത്തി എന്ന് പറയാം. 10 ലക്ഷം AC ഉണ്ടാക്കണം. എന്ത് ചെയ്യണം? സ്പെയർ പാർട്സ് വേണം അല്ലേ? ഇപ്പോൾ നമ്മൾ വാളയാർ സിമെൻറ്റ് ഫാക്ടറിയിൽ സിമെൻ്റാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമുക്ക് കാൽസ്യം കാർബണേറ്റും സിലിക്കയും റോ മെറ്റീരിയൽസ് വേണമെന്ന് പറയും. നമ്മളൊരു ഷുഗർ ഫാക്ടറിയിലാണെങ്കിൽ കരിമ്പ് റോ മെറ്റീരിയലാണ്. ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു AC ആണ്, അല്ലെങ്കിൽ മൊബൈലാണ്, കാറാണ്. അതുകൊണ്ട് നമുക്ക് സ്പെയർ പാർട്സ് വേണമെന്ന് പറയാം. 10 ലക്ഷം AC നിർമ്മിക്കാൻ ആവശ്യമായ സ്പെയർ പാർട്സ് വേണം. എന്ത് ചെയ്യും? അന്വേഷിക്കണം. സോഴ്സിംഗ് എന്നാണ് അതിന് പറയുക. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും നമ്മളുടെ അന്വേഷണങ്ങൾ നീണ്ടു. നമുക്ക് ഗൂഗിളിൽ അന്വേഷിക്കാം, നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാം, നമുക്ക് സോഷ്യൽ മീഡിയയോട് ചോദിക്കാം, ചൈനയിലേക്ക് ആളെ വിട്ട് അന്വേഷിക്കാം. ഈ അന്വേഷണത്തിൻ്റെയൊക്കെ അവസാനം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ചില കമ്പനികൾ നമ്മൾ ബന്ധപ്പെട്ടു. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പെയർ പാർട്സ് ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്നവർ അറിയിക്കുകയും നമുക്ക് കൊട്ടേഷൻ നൽകുകയും ചെയ്തു. സാധാരണഗതിയിൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്കും ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ? നല്ല ക്വാളിറ്റി ഉണ്ടാവണം, ഏറ്റവും കുറഞ്ഞ പ്രൈസിന് കിട്ടണം, സമയത്ത് കിട്ടണം. ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് ആ കമ്പനികളുമായി നമ്മൾ നിരന്തരമായ ചർച്ചയിൽ ഏർപ്പെടും. ചർച്ചകൾ, എഴുത്തുകുത്തുകൾ, ഇമെയിലുകൾ, വിലപേശലുകൾ, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുടെ അവസാനം കൊറിയയിൽ നിന്നുള്ളൊരു കമ്പനിയെ നമ്മൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അവരുമായിട്ട് നാം കരാർ ഒപ്പുവെക്കുകയും ചെയ്തു എന്ന് വിചാരിക്കുക. കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കും. ഡിമാൻഡ് പ്ലാനിംഗ് മുതൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, സോഴ്സിംഗ്, കൊട്ടേഷൻ കിട്ടി, ആലോചനകളും വിലപേശലുകളും ഒക്കെ നടന്നതിൻ്റെ അവസാനം ഒരു കമ്പനിയുമായി നമ്മൾ കരാർ ഒപ്പുവെച്ചു, അവർക്ക് പർച്ചേസ് ഓർഡർ കൊടുത്തു. ഇത്രയും ആക്ടിവിറ്റികളെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് പ്രൊക്യൂർമെന്റ് എന്ന് വിളിക്കാം. പ്രൊക്യൂർമെന്റ്
ഓർഡർ കിട്ടിയ കൊറിയൻ കമ്പനിയെ സംബന്ധിച്ച് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പ്രോഡക്റ്റുകൾ അയക്കണമെങ്കിൽ ആവശ്യമായ ഡോക്യുമെന്റുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. നെസസറി അറ്റസ്റ്റേഷൻ, അപ്രൂവലുകൾ, ലൈസൻസ്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. അതെല്ലാം തയ്യാറാക്കി ഇങ്ങോട്ട് വരുന്ന ഒരു കപ്പലിനെ കണ്ടെത്തി സ്പെയർ പാർട്സ് എല്ലാം കൊറിയയിലെ പോർട്ടിൽ കൊണ്ടുവന്ന് കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് ആവശ്യമായ നികുതി അടച്ച് ലോഡ് ചെയ്ത് കപ്പലിൽ കയറ്റി ഇങ്ങോട്ട് വിട്ടു എന്ന് വിചാരിക്കുക. കപ്പൽ കൊച്ചിയിലെത്താറായി. നമ്മുടെ കമ്പനിയിൽ നിന്നും ഒരു ഏജന്റ് പോർട്ടിൽ ചെന്ന് ആവശ്യമായ രേഖകളൊക്കെ സമർപ്പിച്ചു. കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞു, നികുതി അടച്ചു, കണ്ടെയ്നർ എടുത്തു പൊക്കി ഒരു ട്രക്കിൽ കയറ്റി വെച്ച് ആലുവയിലെ നമ്മുടെ കമ്പനി മുറ്റത്തെത്തിച്ചു എന്നും വിചാരിക്കുക. സ്പെയർ പാർട്സ് തയ്യാറാക്കുന്നു, ഡോക്യുമെന്റ് തയ്യാറാക്കുന്നു, കൊറിയയിലെ കസ്റ്റംസ് പ്രോസസ്സ് കഴിയുന്നു, കൊച്ചിയിലെ കസ്റ്റംസ് പ്രോസസ്സ് കഴിയുന്നു, കണ്ടെയ്നർ എടുത്തു പൊക്കി ആലുവയിലെ നമ്മുടെ കമ്പനി മുറ്റത്തെത്തിക്കുന്നത് വരെയുള്ള ആക്ടിവിറ്റികളെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് ഷിപ്പിംഗ് എന്ന് വിളിക്കാം. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന സ്പെയർ പാർട്സ് റിസീവ് ചെയ്യേണ്ടതുണ്ട്. ഓർഡർ അനുസരിച്ച് പോലെ വന്നിട്ടുണ്ടോ, ക്വാളിറ്റി ഓക്കെ ആണോ, കൂടുതലുണ്ടോ, കുറവുണ്ടോ, ഡാമേജ് ഉണ്ടോ എന്നെല്ലാം നോക്കേണ്ടതുണ്ട്. ഒരു റിസീവിംഗ് പ്രോസസ്സ് നടക്കേണ്ടതുണ്ട്. റിസീവിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് നമ്മൾ സ്പെയർ പാർട്സിനെ മാറ്റുന്നു. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് വെയർ ഹൗസ്. സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് ഗോഡൗൺ, അല്ലെങ്കിൽ നീ സാധനം എവിടെയാണ് വെച്ചതെന്ന് ചോദിച്ചാൽ സ്റ്റോറിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുക. നമ്മൾ വെയർഹൗസ് എന്ന് വിളിക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ശാസ്ത്രീയമായി സംവിധാനിച്ച സ്ഥലം. ഉദാഹരണത്തിന് ഫ്രോസൺ ചിക്കൻ ബ്രസീലിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് കോൾഡ് സ്റ്റോറേജ് വേണം. വരുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ആണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾഡ് വെയർഹൗസ് വേണം. വരുന്നത് അരിയും പഞ്ചസാരയാണെങ്കിലോ വി നീഡ് ഡ്രൈ വെയർഹൗസ്. വരുന്നത് ഐസ്ക്രീം ആണെങ്കിലോ, ഗോൾഡ് ആണെങ്കിലോ, സ്പെയർ പാർട്സ് ആണെങ്കിലോ. അതുകൊണ്ടാണ് പറഞ്ഞത് കസ്റ്റമൈസ്ഡ് സ്റ്റോറേജ് പ്ലേസ്, ദാറ്റ് ഇസ് വെയർഹൗസ്. ഇപ്പോൾ സ്പെയർ പാർട്സ് ഒക്കെ കൊണ്ടുവന്നു, വെയർഹൗസിൽ എടുത്തു വെച്ചു. അടുത്തത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഫാക്ടറി മാനേജർ കാത്തു നിൽക്കുന്നുണ്ട്. മെറ്റീരിയൽ വന്നാൽ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു, അറിയിച്ചു. അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരം കുറേശ്ശെയായി ദിവസേന അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാൻ തുടങ്ങി. എന്തിനാ? പ്രൊഡക്ഷൻ എ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആക്ടിവിറ്റി എന്നാണ് പറയുക. വളരെ സങ്കീർണമായ പ്രോസസ്സുകൾ അവിടെയുണ്ട്. നമ്മുടെ രാജ്യത്ത് കൂറ്റൻ നിർമ്മാണ കമ്പനികളുണ്ട്, വലിയ വലിയ സ്റ്റീൽ നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ വാളയാർ സിമെൻറ്റ് ഫാക്ടറി അല്ലെങ്കിൽ ആലുവ FACT പോലുള്ള വലിയ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ പപ്പടം ഉണ്ടാക്കാനോ പൊറോട്ട ഉണ്ടാക്കാനോ ഒരു കുഞ്ഞു റൂം പോരെ എന്ന് ചോദിച്ചാൽ അത് മതി. എനിവേ, എന്തായാലും പ്രൊഡക്ഷൻ്റെ അവസാനം ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ ഒരു AC തയ്യാറായിട്ടിരിപ്പുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കിയ AC ചെക്ക് ചെയ്യേണ്ടതുണ്ട്, ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ അടുത്തത് ക്വാളിറ്റി ചെക്കിംഗ് ആണ്. ക്വാളിറ്റി ചെക്കിങ്ങിന് ശേഷം നല്ല ഒരു പാക്കിംഗ് കൊടുക്കേണ്ടതുണ്ട്. ദൈനംദിന ജീവിതത്തിൽ പലതരത്തിലുള്ള പാക്കിങ്ങുകൾ നമ്മൾ കണ്ടുവരുന്നവരാണ്. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഫുഡിൻ്റെ പാക്ക് ആയിരിക്കണമെന്നില്ല, നോൺ ഫുഡിൻ്റെ പാക്ക്. അതിൽ തന്നെ വ്യത്യാസമുണ്ട്. ഫ്രഷ് ഫുഡ് പാക്ക് ചെയ്യുന്നത് പോലെയല്ല ഡ്രൈ ഫുഡ് പാക്ക് ചെയ്യുന്നത്. വലിയ വിശാലമായ ഒരു മേഖല തന്നെ ആണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. എന്തായാലും പാക്കിങ്ങിന് ശേഷം ഒരു AC തയ്യാറായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തെ അറിയിക്കണം, കച്ചവടം നടക്കണം. അപ്പോൾ അടുത്ത ഫംഗ്ഷൻ വരുന്നു, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കുന്നോ അതിനെയൊക്കെ നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഉൾപ്പെടുത്താം. ഇപ്പോൾ AC ഫാക്ടറിയിൽ നിന്നും ഹോൾസെയിലറിലേക്കും റീറ്റെയിലറിലേക്കും എത്തി നമ്മളൊരു ഷോറൂമിൽ ചെന്ന് AC കണ്ട് വില പേശി പറഞ്ഞുറപ്പിച്ച് ബില്ല് ചെയ്തു എന്ന് വിചാരിക്കുക. ഇതാര് ഡെലിവറി ചെയ്തു തരും, ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെയായിരിക്കും എന്നതാണ്. തൊട്ടടുത്ത ദിവസം തന്നെ ആ സ്ഥാപനം നമുക്ക് AC നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ കൊണ്ടുവന്ന് അത് ഫിക്സ് ചെയ്ത് പോകുന്നു. വാങ്ങുന്നത് AC ആണെങ്കിൽ, ലാപ്ടോപ്പ് ആണെങ്കിൽ, മൊബൈൽ ആണെങ്കിൽ നമുക്കൊരു ചോദ്യം കൂടി ഉണ്ടാവാറുണ്ട്, ഈ പ്രോഡക്റ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്, ആരെയാണ് വിളിക്കേണ്ടത് എന്നുള്ളത്. സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ പറഞ്ഞു തന്ന് അതുമായി കണക്ട് ചെയ്യുന്ന നമ്പേഴ്സും തന്നിട്ടായിരിക്കും അവർ പോകുന്നുണ്ടാവുക. സർവീസ്, കാറാണ് വാങ്ങുന്നതെങ്കിൽ നമ്മുടെ ജില്ലയിൽ പരിസരത്ത് നല്ല സർവീസ് സെൻ്റർ ഉണ്ടോ എന്നൊരു അന്വേഷണം കൂടി നമ്മൾ നടത്താറുണ്ട്, അല്ലേ? അപ്പോൾ അടുത്ത മേഖല കൂടെ വന്നു, ദാറ്റ് ഇസ് സർവീസ്. ഞാൻ തുടങ്ങി വെച്ചത് എവിടെ നിന്നായിരുന്നു ഓർമ്മയുണ്ടോ? പ്രൊക്യൂർമെൻറ്റ്, ഷിപ്പിംഗ്, വെയർഹൗസിംഗ്, പ്രൊഡക്ഷൻ, ക്വാളിറ്റി ചെക്കിംഗ്, പാക്കേജിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഡെലിവറി,
ആൻഡ് സർവീസ്. പ്രൊക്യൂർമെൻറ്റ് മുതൽ സർവീസ് വരെ നീണ്ടുകിടക്കുന്ന ഫങ്ഷനുകളെ പരസ്പരം കോർത്തിണക്കി ഒരു കുടക്കീഴിലാക്കി മാനേജ് ചെയ്യുന്നതിനാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാലോ, പ്രൊക്യൂർമെൻറ്റ് മുതൽ സർവീസ് വരെ നീണ്ടുകിടക്കുന്ന ഫങ്ഷനുകളിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില സാധനങ്ങളെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്പെയർ പാർട്സ് മൂവ് ചെയ്യുന്നുണ്ട്, ഫിനിഷ് ഗുഡ് മൂവ് ചെയ്യുന്നുണ്ടാവാം, മണി മൂവ് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ മൂവ് ചെയ്യുന്നുണ്ട്. ഈ മൂവ്മെൻറ്റിനെയാണ് ലോജിസ്റ്റിക്സ് എന്ന് വിളിക്കുക. ചുരുക്കി പറഞ്ഞാൽ പ്രൊക്യൂർമെൻറ്റ് മുതൽ സർവീസ് വരെ നീണ്ടുകിടക്കുന്ന ഫംഗ്ഷനുകളെ പരസ്പരം കൂർത്തിണക്കി ഒരു കുടക്കീഴിലാക്കി മാനേജ് ചെയ്യുന്നതിനെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നും, ആ കുടക്കീഴിലേക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വരുന്ന ഞാനോ നിങ്ങളോ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് ആഗ്രഹിക്കുന്ന വിലയിൽ ആഗ്രഹിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം പൂർത്തിയാക്കി 100% നമ്മളെ തൃപ്തിപ്പെടുത്തി നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ലോജിസ്റ്റിക്സ്.